നമസ്കാരം. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയിലെ രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾ ആരോഗ്യമേഖലയെ നശിപ്പിക്കുമെന്ന് ഇടത് യൂണിയനുകൾ. ലെയ്സൺ ഓഫീസർ എന്ന പേരിൽ പോസ്റ്റ് ഉണ്ടാക്കിയത് അനധികൃത നിയമനം നടത്താനെന്നും ഭാരവാഹികൾ. ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അനാവശ്യ രാഷ്ട്രീയ പ്രവണതകൾ ആരോപിച്ച് ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് DMO ഓഫീസിനു മുന്നിൽ പ്രതിഷേധം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പൊയിലൂരിൽ അയൽക്കാരനെ മരവടി ഉപയോഗിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രതികളുടെ വീട്ടിൽ പാറ പൊട്ടിക്കുന്നതിനെതിരെ കളക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം. പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ മുതലിയാർ തെരുവിൽ 3 പേരെ തെരുവുനായ കടിച്ച സംഭവം. ചത്ത തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ജനങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ. ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകർ റോട്ട്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കര കവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിലാഴ്ത്തുന്നു. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷത്തിൽ ഏവരും ആശങ്കയിൽ. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി കോർ കട്ടിംഗ് പരിശോധന പൂർത്തീകരിച്ചു. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. തെരുവുനായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായശല്യം രൂക്ഷം. തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് 1-ലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ അധികൃതർ. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയിലെ രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾ ആരോഗ്യമേഖലയെ നശിപ്പിക്കുമെന്ന് ഇടത് യൂണിയനുകൾ. ലെയ്സൺ ഓഫീസർ എന്ന പേരിൽ പോസ്റ്റ് ഉണ്ടാക്കിയത് അനധികൃത നിയമനം നടത്താനെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അനാവശ്യ രാഷ്ട്രീയ പ്രവണതകളാണെന്ന് ആരോപിച്ച് പാലക്കാട് DMO ഓഫീസിന് മുന്നിൽ ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നഴ്സിംഗ് മേഖലയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും വേണ്ടി അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്. നഴ്സിംഗ് മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ നഴ്സിംഗ്. അതിനു പുറമെ അവിടെ ഒരു അഡീഷണൽ ഡയറക്ടർ നഴ്സിംഗ് ഉണ്ട്. അതിനു മുകളിൽ അതിൻ്റെ ഒപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ നഴ്സിംഗ് ഉണ്ട്. അതിൻ്റെ എല്ലാ മുകളിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ട്. ഇവിടെ ഇല്ലാത്ത എന്ത് ഏകോപനമാണ്, ഇവിടെ ഇല്ലാത്ത എന്ത് ശാക്തീകരണമാണ് പുതിയൊരു ലൈസൺ ഓഫീസറെ നിയോഗിക്കുന്നതിലൂടെ ചെയ്യുന്നത്? അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരാണ്? ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട നഴ്സിംഗ് മേഖലയിലെ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെയാണ് അവിടെ ലൈസൺ ഓഫീസർമാരായി നിയോഗിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ പരിതപ്രജ്ഞരായവരെ സ്ഥലം മാറ്റി ഇഷ്ടക്കാരെ നിയമിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ തകർച്ചയിലേക്ക് നയിക്കും. നിപ്പയും സാംക്രമിക രോഗങ്ങളും പടരുന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ സ്ഥലം മാറ്റം നടന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റുക മാത്രമല്ല തരം താഴ്ത്തൽ കൂടി നടത്തി. ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം വെച്ച നിലപാടുകൾ സ്വീകരിക്കേണ്ട മേഖലയല്ല ആരോഗ്യവകുപ്പെന്ന് സർക്കാർ തിരിച്ചറിയണം. സർക്കാരിൻ്റെ അനാവശ്യ ദുഷ്പ്രവണതകൾ ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിടരുതെന്നും മഹേഷ് പറഞ്ഞു. KGO, KGNA സംഘടനകളാണ് ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. KGO ജില്ലാ സെക്രട്ടറി R. സാജൻ അധ്യക്ഷത വഹിച്ചു. NGO ഏരിയ പ്രസിഡന്റ് K. ബിന്ദു, KGNA ജില്ലാ സെക്രട്ടറി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുതലിയാർ തെരുവിൽ 3 പേരെ തെരുവുനായ കടിച്ച സംഭവം. ചത്ത തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ലെന്നും ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂരിലെ മുതലിയാർ തെരുവിൽ 3 പേരെ തെരുവുനായ കടിച്ച സംഭവമുണ്ടായത്. നായ വാഹനമിടിച്ച് ചാവുകയും ചെയ്തിരുന്നു. അതേസമയം നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനായി കഴിഞ്ഞ ദിവസം നായയെ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട്ടെ
റീജിയണൽ ഡയഗ്നോസ്റ്റിക് സെൻ്ററിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. നഗരസഭയും വെറ്റിനറി ഡോക്ടറും ചേർന്നാണ് നായയെ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചത്. നായയ്ക്ക് റാബിസ് പോസിറ്റീവ് ആയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞതായി നഗരസഭാ അധികൃതർ പറഞ്ഞു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ 17-ന് ബുധനാഴ്ച രാവിലെ മുതൽക്ക് തന്നെ ആരംഭിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല STVയോട് പറഞ്ഞു. മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് 2-3 വ്യക്തികളെ അക്രമകാരിയായ നായ കടിക്കുകയുണ്ടായി. ഈ നായ കാറപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ റാബീസ് പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ നഗരസഭയും വെറ്റിനറി ഡോക്ടറും ചേർന്നിട്ടാണ് അതിനെ പോസ്റ്റ്മോർട്ടത്തിന് പാലക്കാട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി തുടർന്നുള്ള വരുന്ന ദിവസങ്ങളിൽ നഗരസഭ വാക്സിനേഷൻ എല്ലാ തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ എടുക്കാൻ വേണ്ട എല്ലാവിധ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായി നായ്ക്കൾക്ക് വാക്സിനേഷൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ്. നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ പദ്ധതി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് പാസ്സാവാത്തതിനാൽ ഓൺ ഫണ്ടിൽ നിന്നും തുക എടുത്താണ് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പൊയിലൂരിൽ അയൽക്കാരനെ മരവടി ഉപയോഗിച്ച് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായി. പ്രതികളുടെ വീട്ടിൽ പാറ പൊട്ടിക്കുന്നതിനെതിരെ കലക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് അയൽക്കാരനായ 56-കാരനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. പ്രതികളായ 2 പേരെയും ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. പൊയിലൂരിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അറസ്റ്റിലായ 2 പ്രതികൾ ചേർന്ന് അയൽവാസിയായ വട്ടപ്പറമ്പിൽ വീട്ടിൽ 56-കാരൻ അബ്ദുൽ നാസറിനെ മരവടി കൊണ്ട് തലയ്ക്കും നെറ്റിക്കും അടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലാണ് 2 പേർ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വാടനാകുറിശി വാര്യത്തൊടി വീട്ടിൽ ഉമ്മറിന്റെ മൂത്ത മകനായ 38-കാരൻ മുഹമ്മദ് മുസ്തഫ, ഇളയ മകൻ 34-കാരൻ ഹംസ എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ വീട്ടിൽ പാറ പൊട്ടിക്കുന്നതും മണ്ണെടുക്കുന്നതും സംബന്ധിച്ച് കലക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ പ്രതികാരത്തിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തലയിൽ 9 സ്റ്റിച്ചുകളും നെറ്റിയിൽ 3 സ്റ്റിച്ചുകളുമായി ഗുരുതര പരിക്കേറ്റ അബ്ദുൽ നാസർ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് SI KP അശ്വിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡിന്റെ കൂടെ സഹായത്തോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനത്. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഒറ്റപ്പാലത്തെ കോടതിയിൽ ഹാജരാക്കി. 2 പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകറോട്ട് പറഞ്ഞു. ചെന്നൈയിൽ നടന്ന 71 റെയിൽവേ വാരാഘോഷത്തിനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. 2025-26 കാലയളവിൽ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനുകളിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഡിവിഷന് അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞു. അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈനിന്റെ പണി സെപ്റ്റംബറോടുകൂടി പൂർത്തിയാകും. അനുമതി ലഭിച്ച 2ാമതൊരു ലൈൻ കൂടി പൂർത്തിയാകുന്നതോടെ പാലക്കാട് റെയിൽവേയുടെ പ്രധാന കേന്ദ്രമായി മാറും. പറളി പാലക്കാട് ബൈപ്പാസിനായുള്ള സ്ഥലമെടുപ്പ് നടപടി ആരംഭിച്ചു. പാലക്കാട് തിരുവനന്തപുരം വന്ദേ ഭാരതിന് അനുമതി നൽകേണ്ടത് റെയിൽവേ ബോർഡാണ്. ട്രെയിനിലും സ്റ്റേഷൻ പരിസരത്തുമായി ലഭിച്ച 3.33 കോടിയുടെ സാധനങ്ങൾ ഇതുവരെ ഉടമകൾക്ക് തിരിച്ചേൽപ്പിച്ചു. ട്രെയിനു നേരെയുള്ള കല്ലെറിയുന്നതിനെതിരെ സമൂഹം രംഗത്ത് വരണമെന്നും മധുകറോത്ത് പറഞ്ഞു. Cleanliness shield for especially best kept station at Palghat Junction and Family Welfare Center. So these are the major shields which we have won, and then because of this overall efficiency shield also. In terms of security, let me brief you that in security assistance 32,805 women passengers were assisted in Palghat division entirely for our project of Meri Saheli. Recovery and return of 960 lost article worth of 3.33 crore have been done. Seizure of narcotic of more than 5 crore has been carried out. And one significant which you have seen the last year significant achievement was arrest for the member of notorious Sasi gang. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി ഒരു മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞ് ഒഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിൽ ആഴ്ത്തുകയാണ്. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷം എല്ലാവരെയും ഭീതിയിലാക്കിയിട്ടുണ്ട്. കോട്ടയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി ഒരു മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളുടെ ഭീതിയിലാക്കുന്നു. സാധാരണ ഈ സമയത്ത് ഇരുകരമുട്ടി ഒഴുകാറുള്ള കണ്ണാടിപ്പുഴ വറ്റിവരണ്ട് പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന പറളി പതിപാലത്തിൽ നിന്ന് നോക്കിയാൽ കാഴ്ച ഹൃദയഭേദകമാണ്. ഈ നിലയ്ക്ക് പോയാൽ കുടിവെള്ളം വരെ കിട്ടാക്കനിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷം എല്ലാവരെയും ഭീതിയിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിലെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് കോർ കട്ടിംഗ് പരിശോധന നടന്നു. പാലം നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശിയിലെ റെയിൽവേ മേൽപ്പാലം 80% പ്രവൃത്തികൾ പൂർത്തിയായ പാലത്തിലൂടെ നേരത്തെ വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു. പാലത്തിന് മുകളിലെ പാതയിൽ കോട്ടിംഗ് പരിശോധനയാണ് ചൊവ്വാഴ്ച നടന്നത്. പാതയിലെ ടാറിംഗ് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനയാണ് കോർ കട്ടിംഗ് പരിശോധന. പാലത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള ട്രിച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് കുഴികൾ ഉണ്ടാക്കിയായിരുന്നു പരിശോധന. സാമ്പിൾ എടുത്ത ശേഷം ഇവ പരിശോധനയ്ക്കായി അയക്കുമെന്ന് അധികൃതർ പറഞ്ഞു. 2 അപ്രോച്ച് റോഡുകളും ഉൾപ്പെടെ ആകെ 610 മീറ്റർ നീളമാണ് പാലത്തിനായുള്ളത്. 7.5 മീറ്റർ വീതിയുമുണ്ട്. ഇതിൽ 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയാണ്. നടപ്പാതയിലെ ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. കൂടാതെ ഹാൻഡ് റെയിൽ വർക്കുകളും പൂർത്തിയായി വരികയാണ്. പാലത്തിലെ പെയിന്റിംഗ് പ്രവൃത്തികളും ഉടൻ തന്നെ പൂർത്തിയാക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യമാണ്. 2 പേരെ നായ കടിച്ച സംഭവമുണ്ടായി. നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നിലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. പാതയോരങ്ങളിലും ഇടവഴികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലും മാത്രമല്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും തെരുവ് നായ്ക്കളുടെ വിളയാട്ടമാണ്. സംഭവമാണിത്. സ്റ്റേഷനിലെത്തുന്ന നിരവധി യാത്രക്കാരാകട്ടെ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച അതിനുദാഹരണമാണ്. മര്യാദയ്ക്ക് ഒന്ന് ഇരിപ്പിടങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാൽച്ചുവട്ടിലും നായ്ക്കൾ തമ്പിടിച്ച് കിടക്കുന്നു. ട്രെയിൻ ഒന്നെത്തിയാൽ അറിയാതെ ഒന്ന് എണീറ്റാൽ അബദ്ധത്തിൽ നായയൊന്ന് ചവിട്ടിയാൽ കടിക്കുന്ന അവസ്ഥ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യം. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണത്രേ ഏറ്റവും കൂടുതൽ നായ്ക്കളെ കാണാറുള്ളത്. ട്രെയിൻ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇവയുടെ ശല്യം ഏറെയായിട്ടുണ്ട്. 2 പേരെ നായ കടിച്ച സംഭവമുണ്ടായി. ട്രെയിൻ ഇറങ്ങുന്നതിനിടെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീക്കും പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരു പുരുഷനുമാണ് നായയുടെ കടിയേറ്റത്. പിന്നീട് ഇവർ വാക്സിനേഷൻ എടുക്കുകയായിരുന്നു. യാത്രക്കാർ പോകുന്ന നടപ്പാലത്തിലും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലും ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും നായ്ക്കളുടെ ശല്യം കൂടി വരുന്നു. പ്ലാറ്റ്ഫോമിലെ മേൽക്കുരയ്ക്ക് മുകളിൽ പോലും തെരുവ് നായ്ക്കൾ സഞ്ചരിക്കുന്ന അവസ്ഥയാണിവിടെ. 2 മാസത്തിനിടെ നിരവധി പേരെ നായ ആക്രമിച്ചതായാണ് വിവരം. നായ്ക്കളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്കും ആരോഗ്യ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയതാണെന്ന് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. സത്വര നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പണിയെടുത്താലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായതായി CITU ജില്ലാ സെക്രട്ടറി M. ഹംസ പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനം ചെയ്താലും ജീവിത ചെലവിന് തികയാത്ത വരുന്ന സാഹചര്യം ഉണ്ടായത് സർക്കാരുകളുടെ അനാസ്ഥയും പിടിപ്പുകേടും മൂലമാണ്. പൊതുഗതാഗതം നിലനിൽക്കുന്നതിന്റെ സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാണ്. അടിക്കടി വർദ്ധിക്കുന്ന ഇന്ധനവില ഗുരുതര പ്രതിസന്ധിയിലാക്കിയത് ഓട്ടോറിക്ഷ മേഖലയെയാണ്. ഇന്ധനവില വർദ്ധിക്കുകയും നിരക്ക് വർധന സാധ്യമല്ലാത്തതുമായ സാഹചര്യത്തിൽ നിരക്കിന് ആനുപാതികമായി ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കണം. തൊഴിലാളികളെ കടുത്ത സമരത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും M. ഹംസ പറഞ്ഞു.
പണി മുടക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെയെല്ലാം ജീവിതം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഓട്ടോറിക്ഷ മേഖലയാണ് എന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ടാക്സി മേഖലയാണ് എന്നതിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈവറ്റ് മോട്ടോർ മേഖലയാണ് എന്ന് നമുക്കറിയാം. ഈ മേഖലയെല്ലാം നിന്നു പോകണമെങ്കിൽ രണ്ടിലൊരു മാർഗം ചെയ്തേ പറ്റൂ. അതിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV സുരേഷ്, കെ രാധാകൃഷ്ണൻ, ചിഞ്ചു ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. മാസം 26,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടും എന്നുള്ളതിന് ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 26,000 രൂപ കരാർ തൊഴിലാളികൾക്ക് കിട്ടിയാൽ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ഇതേ സേവനം 40,000-നും 30,000-നും വാങ്ങുന്നത് 26,000-ന് കിട്ടുമെന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് 10,000, 12,000, 13,000 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നിന്ന് ഒരു 26,000 രൂപയിലേക്ക് നമ്മുടെ വേതനം കൂട്ടണം എന്ന ഡിമാൻഡ് കരാർ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുകയാണ്. കരാർ തൊഴിലാളികൾ ഈ മുദ്രാവാക്യം വെക്കുമ്പോൾ തന്നെ കരാർ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ചില വേറെ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ, ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. അത്തരം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമുക്ക് നടത്തണം. ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് LD ദിൽഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. RCC ആൻഡ് GWU ജനറൽ സെക്രട്ടറി TK അച്യുതൻ, പ്രസിഡന്റ് RG പിള്ള, AIL-RSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി CK സൗമ്യ എന്നിവർ സംസാരിച്ചു. എല്ലാ കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം മിനിമം വേതനമായി 25,000 രൂപ ഉറപ്പുവരുത്തുക, എല്ലാ തൊഴിലാളികൾക്കും PF ESI ഏർപ്പെടുത്തുക, റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമമുറി നിർമ്മിച്ചു നൽകുക, കാറ്ററിംഗ് വെൻഡിംഗ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആവേശത്തിനൊപ്പം അറിവും സമന്വയിപ്പിച്ച് FIFA ലോകകപ്പ് 2026 ആവേശം കോട്ടായിലും. മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നിവരുടെ ചിത്രങ്ങൾ 25-ലധികം ചാർട്ടുകളിൽ 15 അടി നീളത്തിൽ ക്രയോൺസിൽ തീർത്താണ് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വർണ്ണവിസ്മയം സൃഷ്ടിച്ചത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഭൂപടത്തിൽ ഏതു ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്ന 18 ചാർട്ടിൽ തീർത്ത ലോകഭൂപടം 10 അടി നീളത്തിൽ ചെയ്ത പഠന പ്രവർത്തനം ശ്രദ്ധേയമായി. സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം PP സുമോദ് MLA നിർവഹിച്ചു. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് AN സുദേഷ്ണ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KR ആതിര, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനുമോൾ, പഞ്ചായത്ത് അംഗങ്ങൾ, PTA പ്രസിഡന്റ് A സതീഷ്, PTA അംഗങ്ങൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു, ഹെഡ്മിസ്ട്രസ് BD ബിന്ദു, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വിദ്യാലയങ്ങളിലും അലയടിക്കുകയാണ്. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ടൗണിലൂടെ റാലിയും നടത്തിയിരുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിലാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത്. വിവിധ ടീമുകൾ മാറ്റുരച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലായിരുന്നു കുട്ടികൾ സൗഹൃദ മത്സരവും വീക്ഷിച്ചത്. ഇപ്പോൾ ഞങ്ങൾ നല്ല ആവേശത്തിലാണ്. അപ്പോൾ ആവേശമേറിയ കളിയിലാണ്. അപ്പോൾ ഈ മാച്ചിൽ ആര് ജയിക്കുന്നുള്ള ഇതിലാണ്. 2026 വേൾഡ് കപ്പ് വരാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ 2-3 മാച്ചൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു ഇതില് അധ്യാപകരായ പ്രവീൺ, നവീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേരത്തെ വിദ്യാർത്ഥികളുമായി റാലിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ AUP സ്കൂളിൽ ലഹരിവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ പിന്തുണച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ നമ്മളെല്ലാവരും തരുന്ന ആ നോട്ടീസ് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. എന്തെങ്കിലും അതുപോലുള്ളത് കണ്ടാൽ നമുക്ക് വിളിച്ചു പറയണം, എൻ്റെ അച്ഛനെ ഇങ്ങനെ ആക്കുന്നതിന് കാരണക്കാരൻ, എൻ്റെ ജ്യേഷ്ഠനെ ഇങ്ങനെ ആക്കുന്നതിന് കാരണക്കാരൻ ഇന്ന ഭാഗത്തു നിന്ന് ഇന്ന ലഹരി വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയിക്കണം നമ്മൾ.
നമുക്ക് ഈ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മണ്ണൂർ AUP സ്കൂൾ ഇവിടെ നിന്ന് കൊളുത്തുന്ന തിരുനാളം കേരളത്തിലുടനീളം ഒരു തീപ്പന്തമായി വീടുകളിലെ സന്തോഷത്തിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാകട്ടെ. പരിപാടിയുടെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഉൾപ്പെടുത്തിയ നോട്ടീസുകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിതരണം ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രസംഗവും വിദ്യാർത്ഥികൾക്ക് മധുര വിതരണവും നടത്തി. സ്കൂളിലെ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും സമാന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം പങ്കുവച്ച് ഷൊർണൂർ നായാടിക്കുന്നിൽ സംഘടിപ്പിച്ച വിളംബര റാലി വർണ്ണാഭം. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നത് ലഹരിയല്ല, മറിച്ച് ആരോഗ്യകരമായ ശീലങ്ങളാണെന്നും ലഹരിയെ വേണ്ടെന്ന് വയ്ക്കാം എന്ന ആശയത്തിലാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നത് ലഹരിയല്ല, മറിച്ച് ആരോഗ്യപരമായ ശീലങ്ങളാണ്. ലഹരിയെ വേണ്ടെന്ന് വയ്ക്കാം എന്ന ആശയത്തിലാണ് നിരവധി ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ ഇത്തരത്തിലൊരു വിളംബര റാലി സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളെ ആവേശത്തോടെ വരവേൽക്കാൻ നായാടിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിളംബര റാലി സംഘടിപ്പിച്ചത്. പ്രദേശത്തെ വിവിധ ടീമുകളുടെ ആരാധകർ ജേഴ്സിയും കൊടികളുമേന്തി അണിനിരന്ന റാലി നായാടിക്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ചു. DJ മ്യൂസിക്കും വർണ്ണാഭമായ ഫ്ളാഗ് ഡിസ്പ്ലേയും റാലിക്ക് കൂടുതൽ ചാരുതയേകി. ഫുട്ബോൾ എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് നാടിന്റെ കൂട്ടായ്മ വിളിച്ചോതിയായിരുന്നു റാലി. നൂറുകണക്കിന് ആരാധകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ ഏറ്റവും മികച്ച ഡിവിഷൻ എന്നതടക്കം 7 പുരസ്കാരങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ അർഹമായി. 2025-26 കാലയളവിലെ ചരക്ക് നീക്കം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ട്രെയിനിലെയും സ്റ്റേഷനിലെയും ശുചിത്വം, പരാതി പരിഹാരം തുടങ്ങി വിവിധ മേഖലകൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ അടക്കമുള്ള 9 സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ മധുകർ റോട്ട്. ഇടവപ്പാതി കഴിഞ്ഞ് കാലവർഷം തുടങ്ങി 1 മാസത്തോളമായിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാലവർഷം പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെയും കർഷകരെയും ആശങ്കയിലാക്കുന്നു. കരകവിഞ്ഞൊഴുകേണ്ട പുഴകളും തോടുകളും വറ്റിവരണ്ട് എല്ലുന്തിയ ശരീരം പോലെ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കർഷക മനസ്സുകളെ ഭീതിയിലാഴ്ത്തുന്നു. മഴ തിമിർത്തു പെയ്യേണ്ട സമയത്ത് കൊടും വേനൽ പോലെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിവിശേഷത്തിൽ ഏവരും ആശങ്കയിൽ. അവസാനവട്ട മിനുക്കുപണികളുമായി വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ ടാറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി കോർ കട്ടിംഗ് പരിശോധന പൂർത്തീകരിച്ചു. പൂർത്തിയാക്കാനുള്ള അല്പം ചില പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായശല്യം രൂക്ഷം. തെരുവു നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് 1-ലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.